കണ്ണൂർ ചമ്പാട് ചേതാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ ബസ്സിൽ നിന്ന് വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കി വിട്ടു എന്നുള്ള പരാതിയും ഉയർന്നിരുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നു. സജോ, വിവരങ്ങൾ സജോ. റിജിത്ത്, രണ്ട് സ്കൂൾ ബസ്സുകളുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഇന്ന് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാനൂർ ചോതാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചമ്പാട് ചോതാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് വലിയൊരു വെള്ളക്കെട്ടിന് മുന്നിൽ വെച്ച് 20 വിദ്യാർത്ഥികളെ ഇറക്കി വിട്ട സ്കൂൾ ബസ് തിരികെ പോവുകയാണ് ചെയ്തത്. അതായത് ഉണ്ടമൊട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, അവിടെ വെച്ച് ഇറക്കി വിടുകയാണ് വിദ്യാർത്ഥികളെ ചെയ്തത്. സാധാരണ ആ കൂരാറ ഭാഗത്തൊക്കെ വലിയ വെള്ളക്കെട്ടാണ്. സാധാരണ ഈ ബസ് പോകുന്ന വഴിയിൽ കനത്ത വെള്ളക്കെട്ടായിരുന്നു. ആ വെള്ളക്കെട്ടിന് മുന്നിൽ വെച്ച് 20 വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടതിന് ശേഷം ആ സ്കൂൾ ബസ് തിരികെ പോയി. പിന്നീട് അവിടെയുള്ള നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ വിദ്യാർത്ഥികളൊക്കെ അവിടെ കൂടി നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടികളെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ സ്കൂൾ ബസ് തിരികെ മടങ്ങി. അതായത് ഈ കുട്ടികൾ ഏതെങ്കിലും നിലയ്ക്ക് ആ വെള്ളക്കെട്ട് മറികടക്കാൻ ശ്രമിച്ചാൽ വലിയ ദുരന്തത്തിലേക്കും അപകടത്തിലേക്കും അത് വഴിമാറും. അപ്പോൾ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർ നൽകിയ ഒരു വിശദീകരണം എന്ന നിലയ്ക്ക് സ്കൂൾ അധികൃതർ പറയുന്നത്, കുട്ടികൾ തങ്ങൾ ഇനി സ്വയം പൊയ്ക്കോളാം, സാധാരണ പോകുന്ന വഴിക്ക് ബസ് പോകില്ലല്ലോ, അവിടെ വലിയ വെള്ളക്കെട്ടല്ലേ, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇറക്കി വിട്ടു എന്നതാണ്. പക്ഷേ അതെന്തൊരു ബാലിശമായ വിശദീകരണമാണ്. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് വലിയ പ്രതിഷേധം ഉയർന്നു. സ്കൂൾ അധികൃതർക്കെതിരെ പരാതിയും പ്രതിഷേധവും ഒക്കെയായി. പിന്നീട് അതേ ബസ് തന്നെ തിരികെ എത്തിച്ചു. അതിനുശേഷം ഈ വിദ്യാർത്ഥികളെ കയറ്റി ബദൽ പാതയിലൂടെ മറ്റു വഴികളിലൂടെ ആ വിദ്യാർത്ഥികളെയൊക്കെ ഏറ്റവും അടുത്ത സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇറക്കുകയാണ് ചെയ്തത്. ആ കാര്യത്തിൽ ഉത്തരവാദിത്തരഹിതമായ ഒരു പെരുമാറ്റം ഈ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ്. മറ്റൊന്ന്, ഈ പാനൂരിൽ തന്നെ അവിടെയുള്ള ഈ കടവത്തൂർ എന്ന സ്ഥലത്തുള്ള ഒരു സ്ഥലത്തേക്ക്, അതായത് അവിടെ KKV PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഒരു 10 വിദ്യാർത്ഥികൾ ആ ബസ്സിലുണ്ടായിരുന്നു. അതുവഴി അവർ കടവത്തൂർ ഭാഗത്ത് നിന്ന് എത്തിയ ആ ഘട്ടത്തിൽ അവിടെ റോഡിൽ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ വെള്ളക്കെട്ടിലേക്ക് വാഹനം ഇറക്കരുത് എന്ന് അവിടെയുള്ള നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് ഈ വാഹനം ആ വെള്ളക്കെട്ടിലേക്ക് ഇറക്കി. പിന്നീട് അതിൻ്റെ ഒത്ത മധ്യത്തിൽ വെച്ച്, ഏതാണ്ട് പകുതിയോളം ആ ബസ് മുങ്ങി, ഒത്ത മധ്യത്തിൽ വെച്ച് ആ ബസ് ഓഫായിപ്പോയി. പിന്നീട് അവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ വേഗത്തിൽ ഇടപെട്ടവർ ആ കുട്ടികളെ ആദ്യം സുരക്ഷിതമായി മാറ്റി. പിന്നീട് ആ വാഹനവും നാട്ടുകാരൊക്കെ ചേർന്ന് തള്ളിയാണ് പുറത്തേക്ക് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. കൃത്യമായ മുന്നറിയിപ്പ് ആദ്യം വന്നപ്പോൾ തന്നെ ആ നാട്ടുകാർ അങ്ങോട്ടേക്ക് ഇറക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ വലിയ വെള്ളക്കെട്ട് പാതയിലുണ്ടായിരുന്നു. ആ ബസ് അവിടെ മുങ്ങിപ്പോയി, അത് ഓഫായിപ്പോയി. ആ ഘട്ടത്തിൽ തന്നെ അവിടെയുള്ള നാട്ടുകാർ ഇടപെടുകയും അതിൽ കാര്യക്ഷമമായ ഇടപെടൽ അവരുടെ ഭാഗത്ത് നിന്ന് സമയോചിതമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മറ്റ് അപകടങ്ങളും ദുരന്തങ്ങളും ഒന്നും ഉണ്ടായില്ല. പക്ഷേ ആ മുന്നറിയിപ്പ് ആ ഡ്രൈവർ, ആ KKV PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറാണ് ഇങ്ങനെ ഈ കുട്ടികളെയും വെച്ച് ഈ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. അത് ആ മുന്നറിയിപ്പ് കൂടി അദ്ദേഹം അവഗണിച്ചു എന്നാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് മുഴുവൻ സ്കൂളുകൾക്ക് അവധി നൽകാത്തത് യഥാർത്ഥത്തിൽ ഈ സ്ഥിരമുള്ള പല സ്കൂൾ ബസ് ഡ്രൈവർമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത് സ്കൂളിന് അവധി നൽകിക്കൂടായിരുന്നു, അങ്ങനെയെങ്കിൽ ഈ കുഴപ്പം വരില്ലായിരുന്നല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും അങ്ങനെയുള്ള വാദങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ കുരുന്നുകളെ കൊണ്ട് സാഹസിക യാത്ര നടത്തുക എന്നത് ഒട്ടും അഭികാമ്യമായ കാര്യമല്ല. ഈ രണ്ട് സംഭവങ്ങളാണുള്ളത്. നേരത്തെ ഈ 2 സ്കൂൾ ബസ്സുകളുടെയും കാര്യത്തിൽ നടപടി വേണം എന്ന ആവശ്യം നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.